Hello dears, welcome back to Zala Learning. It's me Sri Bhama SB. അപ്പോൾ മക്കളെ മിസ് എന്ന് വന്നത് നമ്മുടെ പെർട്ടിക്കുലേറ്റ് നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഫുൾ ചാപ്റ്റർ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് പഠിച്ച് എങ്ങനെ ഇരിക്കും. ഒറ്റ വീഡിയോയിൽ ഫുൾ മാർക്ക്, അതാണ് നമ്മുടെ ലക്ഷ്യം. സോ നമ്മൾ ഇന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ എന്താ കാണാൻ പറ്റുന്നത്? നല്ല ചോക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമായിരുന്നു നമ്മുടെ ചോക്ക് എന്ന് പറയുന്നത്. ഈ ചോക്കിനെ ഞാനിങ്ങനെ ക്രഷ് ചെയ്ത് ഇങ്ങനെ ഒരു ഇതിലോട്ട് മാറ്റി, ഭയങ്കര പൗഡർ ഫോമിലോട്ട് മാറ്റി. ഇതാണ് അതിന്റെ സ്മോളസ്റ്റ് വേർഷൻ. ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ്? നോ, ഒരിക്കലും അല്ല. ഇതിലും സ്മോളസ്റ്റ് ഉണ്ട്. നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്രയും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ടും ഈച്ച് ആൻഡ് എവറിത്തിങ് ഇതിൽ മേഡപ്പ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മളിപ്പോ വിചാരിക്കും കാണുമ്പോൾ ഏറ്റവും പൗഡർ ഫോമിലേക്ക് എത്തിയില്ലേ മിസ്സേ, ഇതല്ലേ ഏറ്റവും സ്മോളസ്റ്റ് വിചാരിച്ച, അങ്ങനെയല്ല. അതിലും സ്മോളസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. സോ ദ സ്പെക്ക് ഓഫ് ചോക്ക് പൗഡർ ക്യാൻ ബി ബ്രോക്കൺ ഫർദർ ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾ ബൈ ഫർദർ ഗ്രൈൻഡിങ്. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് സ്മോളർ വേർഷൻ ആക്കിയാലും, ലെറ്റ്സ് ഇമാജിൻ ദാറ്റ് ദ പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ് കണ്ടിന്യൂസ്. ഇവൻച്വലി വി could reach the stage where the chalk powder cannot be broken down further. നമുക്ക് ഇതൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളിങ്ങനെ ഇതാക്കി ഗ്രൈൻഡ് ചെയ്ത് വന്നാലും ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇമ്പോസിബിൾ, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? പക്ഷേ അതെല്ലാം ആ ചെറിയതായിട്ടുള്ള പാർട്ടിക്കിൾസിനെ വരെ മേഡപ്പ് ചെയ്തിരിക്കുന്ന ചെറിയ ബേസിക് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ട്. അതാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സോ എവറി ചോക്ക് പീസസ് എന്താണ്? ചെറിയ സ്മോളസ്റ്റ് ആയിട്ടുള്ള സ്മോൾ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് മേഡപ്പ് ഓഫ് ചെയ്തിരിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് വൺ ഹോൾ പീസ് ഓഫ് ചോക്ക് പൗഡർ വാസ് മേഡപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്മോളർ യൂണിറ്റ്. ദീസ് യൂണിറ്റ് ആർ കോൾഡ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഓഫ് ചോക്ക്. അപ്പൊ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് മേക്കപ്പ് ദ ലാർജർ പീസ് ഓഫ് സബ്സ്റ്റൻസ് മെറ്റീരിയൽ. ഏത് സബ്സ്റ്റൻസ് നിങ്ങൾ എടുത്തോ, എക്സാമ്പിളായിട്ട് റിമോട്ട് എടുത്തോ, ദിസ് ഇസ് മേഡപ്പ് ഓഫ് ഒരുപാട് ലോട്ട് ഓഫ് ഈ പറയുന്ന പോലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ദിസ് പെൻ ആൻഡ് ദിസ് മൊബൈൽ ഫോൺ, എവറിത്തിങ് ഈസ് മേഡപ്പ് ഓഫ് സ്മോൾ ബേസിക് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഇതെല്ലാം മേഡപ്പ് ഓഫ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അടുത്തത്, ഞാൻ ഇച്ചിരി ഷുഗർ എടുത്തിട്ട് ഇതേപോലെ വാട്ടറിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ ഗ്ലാസ് ടംബ്ലർ എടുത്തു, 2 പീസ് ഓഫ് ഷുഗർ അതിൽ ആഡ് ചെയ്തു. എന്നിട്ട് സ്റ്റിർ ചെയ്യാതെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നന്നായിട്ട് സ്റ്റിർ ചെയ്തില്ല, ജസ്റ്റ് ഇട്ടു, എന്നിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഓരോരോ സ്ഥലത്തുനിന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി. ആഫ്റ്റർ ദാറ്റ് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റിർ ചെയ്തിട്ടും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്ത് ഡിഫറൻസ് ആയിരിക്കും കാണാൻ പറ്റാടാ? സുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ടേസ്റ്റ് ഡു യു നോട്ടീസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, നന്നായിട്ട് സ്റ്റിർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നല്ല സെറ്റായിട്ട് കംപ്ലീറ്റ്ലി അതിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എന്താണ്, അതിൽ എവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴും വി ക്യാൻ ടേസ്റ്റ് ദാറ്റ് സ്വീറ്റ് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതർവൈസ് നമ്മൾ സ്റ്റിർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ, നമ്മൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് സ്റ്റിർ ഒന്നും ചെയ്യാതെ ജസ്റ്റ് അത് ആഡ് മാത്രമേ ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് ചിലപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷുഗറിന്റെ ഒരു ടേസ്റ്റ് ഫീൽ എങ്കിലും പല സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത്ര ഫീൽ ഒന്നും വരില്ല. സോ ടോപ്പ് ലെയർ ഓഫ് വാട്ടർ ടേസ്റ്റ് സ്വീറ്റ് ആഫ്റ്റർ ഡിസോൾവിംഗ് ഷുഗർ. ഇറ്റ് മസ്റ്റ് ബി പ്രസന്റ് ഇൻ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ഇതിൽ എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ഇനീഷ്യലി ദ വാട്ടർ ഡസ് നോട്ട് ടേസ്റ്റ് സ്വീറ്റ്, കാരണം അത് നമ്മൾ സ്റ്റിർ ഒന്നും ചെയ്യാതെയാണ്. അപ്പൊ അത്രമാത്രം ടേസ്റ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഏറ്റവും അടിയിൽ ഈ ബോട്ടത്തിൽ കിടക്കുന്ന ഷുഗർ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ചിലപ്പോൾ കുറച്ച് സ്വീറ്റ് ഫീൽ ചെയ്യാം. ആഫ്റ്റർ സ്റ്റിറിംഗ് ഡിസോൾവ് ഷുഗർ കംപ്ലീറ്റ്ലി ദ വാട്ടർ ടേസ്റ്റ് സ്വീറ്റ്. നമ്മൾ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്ന് ടേസ്റ്റ് ചെയ്താലും നമുക്ക് വി ക്യാൻ ഫീൽ ദാറ്റ് വൺ സ്വീറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നു. ദ ടേസ്റ്റ് ഡിഫറൻസ് ഇസ് ഡ്യൂ ടു ദ ഷുഗർ ഡിസോൾവിംഗ്. അപ്പൊ ഇവിടെ നടന്ന പരിപാടി എന്താ? ഡിസോൾവ് ചെയ്തു എന്നുള്ളതാണ് അല്ലെ? അപ്പൊ നോ ഷുഗർ പാർട്ടിക്കിൾ ആർ ഒബ്സർവ് ഇൻ ദ സൊല്യൂഷൻ ബട്ട് ദ പ്രസൻസ് എ സെൻസ് ബൈ ടേസ്റ്റ്. അത് നമുക്കിപ്പോൾ നമുക്ക് നേരിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമല്ല. അപ്പൊ നമ്മൾ ഷുഗർ സൊല്യൂഷൻ കംപ്ലീറ്റ്ലി നോക്കുമ്പോൾ എല്ലാവിടെയും യൂണിക്നെസ് അല്ല എല്ലാം യൂണിഫോംലി ഡിസ്റ്റർബ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താണ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അല്ലെ? അപ്പൊ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് അങ്ങനെ എവിടെയാണ് എന്താണ്, ഇവിടെയാണ് ഷുഗർ, ഇവിടെ വാട്ടർ എന്ന് സെപ്പറേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യും ആ സ്വീറ്റ് നമുക്ക് എവിടെ നിന്ന് ഉണ്ടെങ്കിലും നമുക്ക് ഫീൽ ചെയ്യും. ഷുഗർ ഡിസോൾവ് ഇറ്റ്സ് ബ്രേക്ക് ഇൻ ടു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ വിച്ച് കാനോട്ട് ബി ബ്രോക്കൺ ഫർദർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ശരിക്കും ആ ഷുഗർ എവിടെ പോയി? ഷുഗർ ഡിസോൾവ് ചെയ്തു, പിന്നെ അതിനെ വാനിഷ് ആയി, ഡിസപ്പിയർ ആയി, കംപ്ലീറ്റ്ലി യൂണിഫോം ആയിട്ട് ഒരേപോലെ ആയിട്ട് കാണാൻ പറ്റി. സോ വേർ ഡിഡ് ഷുഗർ ഗോ? എവിടെയാണ് ഷുഗർ പോയത്? നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് അല്ലെ, വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് ഫോമിൽ നിൽക്കുന്ന സാധനമാണ്. അവരുടെ ഇടയിൽ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ട്. അവരുടെ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ സ്മോൾ ഗ്യാപ്പുകൾ ഉണ്ട്. ആ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് നൈസായിട്ട് നമ്മുടെ ഷുഗറിന്റെ പാർട്ടിക്കിൾസ്
കയറുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ ദ ടൈനി ഷുഗർ പാർട്ടിക്കിൾസ് സെപ്പറേറ്റഡ് ആൻഡ് ഒക്കുപ്പൈ ദ അവൈലബിൾ സ്പേസ് ബിറ്റ്വീൻ ദ വാട്ടർ പാർട്ടിക്കിൾസ്. അപ്പൊ ഇതാണ് വാട്ടർ പാർട്ടിക്കിൾസ് എന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പിന്റെ ഇടയിലോട്ട് നമ്മുടെ ഷുഗർ കയറിയിരിക്കും അല്ലെ. ഈ പാർട്ടിക്കിൾസിന്റെ സ്പേസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് എന്ന് പറയാം. ആ ഒരു ഇടയിലുള്ള സ്പേസിനെ ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് എന്ന് പറയാം. അപ്പൊ ആ സ്പേസിലോട്ട് നമ്മുടെ ഈ പറയുന്ന ഷുഗറിന്റെ പാർട്ടിക്കിൾസ് കയറി ഇരിക്കുന്നത് കൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അവൻ മർജി ബൂമ എന്ന് പറഞ്ഞ് വാനിഷ് ആയിട്ട് പോകുന്നത്. സോ ദ വാനിഷിംഗ് പരിപാടി ഒന്നല്ല, ഇതാണ് നമ്മുടെ പരിപാടി. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഓൺലി 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? 3 തിങ്സ്. ഒന്ന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. 3 സ്റ്റേറ്റ് പഠിച്ചാൽ സംഭവം സെറ്റാണ്. ഫസ്റ്റ് വൺ സോളിഡ് സ്റ്റേറ്റ്. വാട്ട് ഈസ് സോളിഡ് സ്റ്റേറ്റ്? നമുക്ക് പറയാൻ പറ്റും മിസ്സിന്റെ റിമോട്ട്, ഈ പെന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൊബൈൽ ഫോണ്, ഇതൊക്കെ സോളിഡ് സ്റ്റേറ്റാ. ഇതിന് കറക്റ്റ് ആയിട്ട് എന്തുണ്ട്? മാസും കാര്യങ്ങളും ഉണ്ട്. പാർട്ടിക്കിൾസ് ഒക്കെ അത്രയും സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് സെറ്റ് ആയിട്ട് ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ഇതാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഡെഫിനിറ്റ് മാസ് ഇല്ലടാ. എന്റെ മൊബൈൽ ഫോണിൽ ഡെഫിനിറ്റ് ആയിട്ട് മാസ് ഇല്ലേ? ഉണ്ട് അല്ലേ. അതേപോലെ ഇതിന് ഷേപ്പ് ഇല്ലേ? ഇന്ന് ഈ ഷേപ്പ് ആണെങ്കിൽ നാളെ ഈ ഷേപ്പ്, ആൻഡ് ഡേ ആഫ്റ്റർ ടുമോറോ ഈ ഷേപ്പ്. സോ കറക്റ്റ് ഷേപ്പ് ഉണ്ട്. വോളിയം എന്ന് പറയുന്നതോ ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയമാണ് ഇതിനുള്ളത്. ഇത് ഇന്ന് വോളിയത്തിലാണെങ്കിൽ നാളെ ഈ വോളിയം തന്നെയാ. അപ്പൊ അതിനൊന്നും ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റ് ഡെഫിനറ്റ് ഷേപ്പും മാസും വോളിയം ഉണ്ടെങ്കിൽ അതാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ സോളിഡ് ഹാഡ് ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. ദിസ് ഇസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് സോളിഡ് പാർട്ടിക്കിൾ ആർ ടൈറ്റ്ലി പാക്ഡ് ആൻഡ് ദി ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ ആൻഡ് വെരി സ്ട്രോങ്. ഇന്റർ പാർട്ടിക്കിൾസ് ഭയങ്കര ക്ലോസ് ആയിട്ടല്ല നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന പോലെ എന്റെ ചുറ്റും ഇങ്ങനെ സറൗണ്ടിങ്സ് ഫുള്ള് കുറേ ശ്രീഭാമോത്സവം നിന്നാ കംപ്ലീറ്റ്ലി ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഞാൻ നിന്നാ പിന്നെ എവിടെ അനങ്ങാനുള്ള ഗ്യാപ്പ്. അതുപോലെ സോളിഡ് സ്റ്റേറ്റിന്റെ കേസിലെ പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും ഇങ്ങനെ അടുത്താണ് നിൽക്കുന്നത്. സോ വെരി സ്ട്രോങ് അട്രാക്ഷൻ ആണ് അവർ തമ്മിൽ ഉണ്ടായിരിക്കുക. The strong force of attraction hold the particle in fixed position, preventing them from moving freely. അതുകൊണ്ടാണ് ഇവർക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത്. അങ്ങനെയാണ് ഷേപ്പ് എന്നെ വിചാരിക്കില്ലേ നാളെ ഞാൻ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം, ഞാൻ ഇപ്പം മൂവ് ചെയ്യട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം ഇവർ ഫിക്സഡ് ഷേപ്പില് ഫിക്സഡ് പൊസിഷനിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പാർട്ടിക്കിൾസ് അത്രയായിട്ട് നിൽക്കുക. അപ്പൊ കറക്റ്റ് ഒരു ഷേപ്പ് അവർക്കുണ്ട്. സോ അതുകൊണ്ട് അവർക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല അല്ലെ. ദ പാർട്ടിക്കിൾ ക്യാൻ ഓൺലി മൂവ് ആൻഡ് ഫ്രോ ഇൻ ടു ദെയർ പൊസിഷൻ ബട്ട് കാനോട്ട് ബി മൂവ് പാസ്റ്റ് ഈച്ച് അതർ. അപ്പൊ ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യുക, ഓസിലേറ്റ് ചെയ്യുക, നിന്ന പൊസിഷനിൽ നിന്ന് ഇതിൽ ചെയ്യാന്നല്ലാതെ അതിന് സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് സോളിഡ് സ്റ്റേറ്റ്. When solid are heated, their particle vibrate more vigorously. സോളിഡ് നമ്മളൊന്ന് ഹീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പാർട്ടിക്കിൾസ് പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്തിട്ട് അതെന്താ സംഭവിക്കുക? സ്റ്റേജ് റീച്ച് വെൻ ദീസ് വൈബ്രേഷൻ ബിക്കം സോ വിഗറസ് ദ പാർട്ടിക്കിൾ ലീവിംഗ് ദർ പൊസിഷൻ. അപ്പൊ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിന്നിരുന്ന സാധനത്തില് ഞാൻ ഇച്ചിരി ഹീറ്റ് കൊടുത്തപ്പോ അതെന്ത് സംഭവിച്ചു? ഇവർക്കിടയിൽ ഇച്ചിരി ഗ്യാപ്പും കൂടെ വന്നു. അപ്പൊ ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ച് കുറഞ്ഞു, വീക്കായി അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു? പാർട്ടിക്കിൾസിന്റെ അട്രാക്ഷൻ ഇച്ചിരി കുറഞ്ഞപ്പോ ഗ്യാപ്പ് ഇച്ചിരി കൂടി, അട്രാക്ഷൻ ഇച്ചിരി വീക്കായ സമയത്ത് അത് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറി. അപ്പൊ സോളിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ്. അത് കുറച്ച് ഹീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നപ്പോൾ അത് എന്ത് ചെയ്തു? ഇത് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. സോ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് ഹാപ്പൻസ് ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സോളിഡ്, അതിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു ഐസ് ക്യൂബ് മനസ്സിലാലോചിച്ച് നോക്കുക. ഐസ് ക്യൂബ് നമ്മൾ പുറത്തെടുത്ത് വെച്ച് വിചാരിച്ചോ, എന്താണ് മക്കളീ സംഭവിക്കുക? ഓഫ് കോഴ്സ് നമുക്കാരം അതെന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആയിട്ട് മാറാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഈ ഐസ് മെൽറ്റ് ആവുക എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് ആക്ച്വലി മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ സോളിഡ് ആയിട്ട് നിന്നിരുന്ന നമ്മുടെ ഐസ് ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ആയിട്ട് മാറുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ പറയാ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ ഐസ്ക്രീം ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കേ. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആവശ്യമില്ല, പെട്ടെന്ന് എന്തോ തിരക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതറിയാതെ പുറത്തെടുത്ത് വെച്ചു എന്നുണ്ടെങ്കിൽ ആലോചിച്ചൊക്കെ കംപ്ലീറ്റ്ലി അത് മെൽറ്റായി മാറും. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഞാൻ വേഗം എന്ത് ചെയ്യും? ഇത് ഫ്രീസറിൽ കയറ്റി വെക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? അത് വീണ്ടും സോളിഡ് ആക്കി മാറ്റാണ് ചെയ്യുക അല്ലെ. അപ്പൊ അത് മെൽറ്റ് ആയി പോവാന്ന് പറയുമ്പോൾ അവിടെ മെൽറ്റിംഗ് പോയിന്റ് ആണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. സോ ദ മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് മെൽറ്റ്സ് ബിക്കം എ ലിക്വിഡ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് മെൽറ്റിംഗ് പോയിന്റ്. ആ ഒരു മിനിമം ടെമ്പറേച്ചറിനെ, സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന മിനിമം ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് നോർമലി പറയുകയാണെങ്കിൽ വാട്ടറിന്റെ കേസിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ പറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ജനറലി ലിക്വിഡ് സ്റ്റേറ്റ്
the particles are somewhat further away from each other compared to those of solid state. എന്ന് നമുക്ക് പറയാൻ പറ്റും. ഐസ് ഇസ് എൻ എക്സെപ്ഷൻ, ഇറ്റ്സ് പാർട്ടിക്കുലർ ഫർദർ അപ്പാർട്ട് ദോസ് ഇൻ വാട്ടർ എന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. സോളിഡ് സ്റ്റേറ്റിലുള്ള സാധനം ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുമ്പോൾ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഡിഫറൻസും കാര്യങ്ങൾ എന്തായിരിക്കും ഉണ്ടായിരിക്കും, ഗ്യാപ്പും കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ടായിരിക്കും. അപ്പൊ സം സോളിഡ് ഹാവ് വീക്ക് ഇന്റർപാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സോ ദിയർ മെൽറ്റിംഗ് പോയിന്റ് ആർ ലോ. എടാ ആലോചിച്ച് നോക്ക, എല്ലാ സോളിഡും ഒരുപോലെയല്ലല്ലോ. ഐസ് പോലെയല്ല ഈ പെന്ന് പോലെയല്ല വേണമെങ്കിൽ ഒരു ഗോൾഡ്. പലതിനും പല രീതിയിലാണ് മെൽറ്റ് ചെയ്യാൻ പറ്റുക. കാരണം അതിന്റെ പാർട്ടിക്കിൾസിന്റെ ആ ഒരു ഗ്യാപ്പ് എങ്ങനെയാണോ ഇരിക്കുന്നത്, നല്ല ടൈറ്റിലാണോ അതോ അത്രയും സ്ട്രോങ് അല്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിനകത്ത് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുക. സോ ഭയങ്കര ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവുള്ളതിന് ഇച്ചിരി എന്താണ് ഹീറ്റ് കൊടുത്താൽ പോരെ. സോ മെൽറ്റിംഗ് പോയിന്റ് ലോ ആയിരിക്കും. വൈൽ അതർ ഹാവ് സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ്, നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നവന്മാരാണെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടുതൽ എഫേർട്ട് എടുക്കണം അവന്മാരെ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെ, അവന്മാരെ മാറ്റണമെങ്കിൽ. അപ്പൊ നമ്മൾ ഹൈ എന്താണ് മെൽറ്റിംഗ് പോയിന്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ഓരോരോ ഇതിന്റെ അട്രാക്ഷൻ അനുസരിച്ച് അത് ചേഞ്ച് വരും. പൈസ് ആണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ യൂറിയ ആണെങ്കിൽ 133 ഡിഗ്രി സെൽഷ്യസ് വേണം. 133 ഡിഗ്രി സെൽഷ്യസ് ആലോചിച്ച് നോക്കുക, അത്രയും വേണം. അതിന്റെ എത്രയോ മുകളിൽ 1530 ഡിഗ്രി സെൽഷ്യസ് വേണം അയേണിന്. കാരണം അയേൺ എന്ന് പറയുന്ന ഇത്രയും കട്ടിയുള്ള ഒരു സാധനത്തിനെ നമ്മൾ മെൽറ്റ് ചെയ്ത് ഒരു ലിക്വിഡ് ഫോമിലോട്ട് മാറ്റണമെങ്കിൽ എത്ര ഹീറ്റ് കൊടുക്കണം നിങ്ങൾക്ക് ആലോചിച്ചറിയില്ലേ. അപ്പൊ അത് ഡിപ്പെൻഡബിൾ ആണ് എന്നാണ് പറയുന്നത്. അത്രയും നമ്മൾ സോളിഡ് സ്റ്റേറ്റിന്റെ കേസിൽ മെയിനായിട്ട് പഠിക്കാനുള്ളൂ. ഇനി ലിക്വിഡ് സ്റ്റേറ്റിന്റെ കേസിൽ വരികയാണെങ്കിൽ എന്താ ലിക്വിഡ് സ്റ്റേറ്റിന് എക്സാമ്പിൾ? വാട്ടർ അതിനുള്ള എക്സാമ്പിൾ ആണ്. നമ്മൾ കുടിക്കുന്ന കോഫി, ടീ, മിൽക്ക്, ജ്യൂസ് എല്ലാം എന്താണ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ എന്താ ലിക്വിഡ് സ്റ്റേറ്റിന്റെ സ്പെഷ്യാലിറ്റി? നമുക്ക് ഓരോന്നായിട്ട് എക്സ്പെരിമെന്റിലൂടെ പഠിക്കാം. Take 3 clean and dry container in 3 different shape and ABC നമ്മളത് ലേബലും ചെയ്തിട്ടുണ്ട്. സോ ദാ 3 നമ്മൾ ഈ പറഞ്ഞ പോലെ 3 ഒരു ഗ്ലാസ്, ഒരു ബോട്ടില്, ഒരു ജഗ് എടുത്തിട്ടുണ്ട്. ആൻഡ് 200 ml എല്ലാത്തിലും ഞാൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എവിടെയാണ് 200 എന്ന്. എന്നിട്ട് fill it container A water up of the marked level, carefully transfer water into container B. ഇതിൽ നിന്ന് കണ്ടെയ്നർ ബിയിലോട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ബിയിൽ നിന്ന് ഞാൻ സിയിലോട്ട് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് വാട്ടർ ലെവലിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തായിരിക്കും മക്കളെ സംഭവിക്കുക? വാട്ടർ ലെവലിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കോ? ഉണ്ടാവുമോ? നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ ഫുള്ള് അങ്ങോട്ട് ഇവിടെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ നോട്ടീസ് ദാറ്റ് ദ വാട്ടർ ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ ടു വിച്ച് ഇസ് poured. ഞാനിപ്പോ ഇതിൽ നിന്ന് ഈ ഒരു ബോട്ടിൽ നിന്ന് ഇതിലോട്ട് മാറ്റിയപ്പോൾ ഇതിന്റെ ഷേപ്പായി, ഇതിലോട്ട് മാറ്റിയപ്പോൾ ഗ്ലാസിന്റെ ഷേപ്പായി. സോ ഷേപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. വാട്ടർ ഏതിൽ ഒഴിച്ചാലും അതിന്റെ ഷേപ്പ്, ബക്കറ്റിലാണെങ്കിൽ ബക്കറ്റ്, ആൻഡ് പോട്ട് ആണെങ്കിൽ പോട്ട്, ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്. സോ ഡെഫിനറ്റ് ഒരു ഷേപ്പ് നമ്മുടെ ആർക്കില്ല, ലിക്വിഡ് സ്റ്റേറ്റിനില്ല. സോ വി ക്യാൻ സീ ദാറ്റ് ലിക്വിഡ് ഡു നോട്ട് ഹാവ് ഫിക്സഡ് ഷേപ്പ് ആൻഡ് ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. അത് നമ്മൾ ഓൾറെഡി നമുക്കറിയുന്ന കാര്യമാണ്. ദിസ് ഹാപ്പൻ ബിക്കോസ് ദ പാർട്ടിക്കിൾ ഓഫ് ലിക്വിഡ് ആർ ഫ്രീ ടു മൂവ്. കണ്ടോ, പാർട്ടിക്കിൾസിന്റെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്. ഇപ്പൊ ലിക്വിഡ് സ്റ്റേറ്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇച്ചിരി ഗ്യാപ്പ് നമുക്ക് ഇടയിൽ കൊടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ അതിന് ഇച്ചിരി മൂവ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ലിക്വിഡ് സ്റ്റേറ്റിനുണ്ട് അല്ലെ. അപ്പൊ ഇൻ ഓൾ 3 കണ്ടെയ്നർ ദ വാട്ടർ ലെവൽ റിമെയിൻ 200 ml. ഹെൻസ് വി ക്യാൻ സീ ദാറ്റ് നോ ചേഞ്ച് ഇൻ വോളിയം. ശരിക്കും ഈ ഒരു ബക്കറ്റിൽ നിന്ന് ഞാനൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയാലും ഗ്ലാസ്സിൽ നിന്ന് ചെറിയ പോട്ടിലോട്ട് മാറ്റിയാലും പുറത്തോട്ടൊന്നും പോറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലുള്ളത് എന്തോ അത്രയും സാധനം അതിനകത്തുണ്ടായിരിക്കും. സോ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കുന്ന നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലാണ് ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. സോ ഡെഫിനറ്റ് വോളിയം എന്ന് പറയുന്നത് ആർക്കുണ്ട്? നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ വാട്ടറിനുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. സോ ദ പാർട്ടിക്കിൾ ഓഫ് ലിക്വിഡ് ക്യാൻ മൂവ് ഫ്രീലി, മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ലിമിറ്റഡ് സ്പേസിലോട്ട് അത് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ലിക്വിഡ് ഡു നോട്ട് ഹാവ് ഫിക്സഡ് ഷേപ്പ് ആൻഡ് ഫിക്സഡ് വോളിയം ഉണ്ട്. പക്ഷേ ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് നമ്മുടെ ആർക്കില്ല, ലിക്വിഡ് സ്റ്റേറ്റിനില്ല. ഇതാണ് കോമൺലി പറയുന്നത്. ഇതാ മാസ് ഉണ്ടോ? മാസ് ഉണ്ട്, ഡെഫിനറ്റ് മാസ് ഉണ്ട്. പക്ഷെ ഷേപ്പ് ഉണ്ടോ? കറക്റ്റ് ആയിട്ടൊരു ഷേപ്പ് ഇല്ല. വോളിയം ഉണ്ടോ? ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. ഇതാണ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലടാ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ആയി ചോദിക്കാം. പ്ലേറ്റിനകത്ത് ഇച്ചിരി വാട്ടർ എടുത്തിട്ട് നിങ്ങൾ ഫിംഗർ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറയാം. നിങ്ങളോട് മൂവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഓഫ് കോഴ്സ് പറ്റും. വാട്ടറിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നിങ്ങൾക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വാട്ടർ ആദ്യം ഇങ്ങോട്ട് വരും, പിന്നെ വീണ്ടും പഴയ പോലെ ബാക്കിലോട്ട് തന്നെ പോകും, പിന്നെ വീണ്ടും വരും, പോകും, അങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും അല്ലെ. അപ്പോ കമ്പയർ ഇന്റർപാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ലിക്വിഡ് ആൻഡ് സോളിഡ് നമ്മൾ കമ്പയർ ചെയ്യാൻ നമ്മളോട് പറഞ്ഞാൽ ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് പറയാം. അപ്പൊ ടേക്ക് സം വാട്ടർ ഇൻ ഷാലോ വെസൽ ആൻഡ് ട്രൈ ടു മൂവ് യുവർ ഫിംഗർ എന്ന് പറയുന്ന സമയത്ത് ആർ യു ഏബിൾ ടു മൂവ് യുവർ ഫിംഗർ?
ഓഫ് കോഴ്സ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ, ലിക്വിഡ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട് ഇല്ലേ? അപ്പൊ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫിംഗർ സുഖമായിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ഞാൻ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ കൂടെ എനിക്ക് ഇങ്ങനെ കൈയിടണം, നടപടിയാവോ? ഇതിപ്പോ ഇങ്ങനെ മുകളിൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെ കാണിക്കാൻ പറ്റും, അല്ലാണ്ട് ഉള്ളിക്കൊന്നും ഇതിന്റെ കൈയിടാൻ പറ്റില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ഇവന്മാരുടെ പാർട്ടിക്കിൾസിന്റെ ഗ്യാപ്പ് ഇല്ലാണ്ട് അത്രയും സ്ട്രോങ് അട്രാക്ഷനിൽ നിൽക്കുന്ന സാധനങ്ങൾ എങ്ങനെയാ മക്കളെ നമുക്ക് ചെയ്യാൻ പറ്റാലേ? സോ യു ക്യാൻ മൂവ് യുവർ ഫിംഗർ ത്രൂ ദ വാട്ടറി വിത്തൗട്ട് ബ്രേക്കിംഗ്, കട്ടിംഗ് ഓർ പെർമനന്റ്ലി, വിച്ച് കാനോട്ട് ബി ഡൺ ഇൻ ദ കേസ് ഓഫ് സോളിഡ്. സോളിഡിന്റെ കേസിൽ അത് നടപടിയാവില്ല, ലിക്വിഡിന്റെ കേസിലാണെങ്കിൽ ഫൈൻ ആണ്. വെൻ യു ട്രൈ ദിസ് യു ആർ ടെമ്പറലി ഡിസ്പ്ലേസിംഗ് വാട്ടർ. അപ്പൊ നമ്മൾ വാട്ടറിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ടെമ്പറലി അതിങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് വരും അല്ലെ വാട്ടറിന്റെ കേസില്, കാരണം പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ആസ് സൂൺ യു ആർ റിമൂവ് യുവർ ഫിംഗർ ദ പൊസിഷൻ ഓഫ് വാട്ടർ റീസ്റ്റോർ ചെയ്യുന്നത് കാണാൻ പറ്റും. ഹെൻസ് വി ക്യാൻ സീ ദാറ്റ് ലിക്വിഡ് ഇന്റർ പാർട്ടിക്കൽ അട്രാക്ഷൻ is slightly weaker than solid. സോളിഡിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിക്വിഡിന് ഇന്റർ പാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വീക്ക് ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ അല്ലേടാ? ഇനി ഒരു കോഫി അല്ലെങ്കിൽ ഒരു ടീ ഉണ്ടാക്കാത്ത ആളുകളില്ലല്ലോ. എങ്ങനെയാ ടീ ഉണ്ടാക്കുക? വാട്ടർ എടുക്കുന്നു, നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ അതിന് ഒരു ടെമ്പറേച്ചർ എത്തിയാൽ ബ്ലും 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 ഇങ്ങനെ ബോയിൽ ചെയ്യാനേ തുടങ്ങും. ആദ്യമൊന്നും ബോയിൽ ചെയ്യില്ലല്ലോ, ആദ്യം ഒന്ന് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടല്ലേ ചെയ്യാം. അപ്പൊ ശരിക്കും എത്ര ടൈം വേണം അതിന് ബോയിൽ ആവാൻ? അതെന്താ ആ ഒരു ടെമ്പറേച്ചറിൽ എത്തിയാൽ തന്നെ മാത്രം ബോയിൽ ആവുന്നത്? അവിടെ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ആണ് ബോയിലിംഗ് പോയിന്റ്. വാട്ടർ എന്ന് പറയുന്നതിന് ഒരു പെർട്ടിക്കുലർ ബോയിലിംഗ് പോയിന്റ് എത്തിയാലേ അത് എന്ത് ചെയ്യാൻ തുടങ്ങുള്ളൂ, ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുള്ളൂ. സോ വെൻ ലിക്വിഡ് ഈസ് ഹീറ്റഡ് ഇറ്റ് സ്റ്റേജ് കംസ് വെൻ സ്റ്റാർട്ട് ബോയിലിംഗ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ്സ് ബോയിൽ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. വാട്ടറിന്റെ കേസിൽ അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ആ 100 ഡിഗ്രി സെൽഷ്യസ് എപ്പോൾ കൊടുക്കുന്നോ അപ്പോഴാണ് ഇവന്മാര് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പൊ ആ ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് പോവാനുള്ള, വേപ്പർ ആയിട്ട് പോവാനുള്ള ആ ഒരു മിനിമം ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ബോയിൽ ചെയ്യാൻ വേണ്ട ടെമ്പറേച്ചറിനെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലെ, അയ്യോ അതാവുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ അതിന്റെ ബാക്കി ഒന്നും കൂടെ പറഞ്ഞുതരാം. മിസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതിലോട്ട് വരാം. ദ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ബിക്കം വിഗറസ് ആൻഡ് മൂവ് അപ്പാർട്ട് ഓഫ് ഈച്ച് അതർ റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ഇന്റർ പാർട്ടിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ബോയിലിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഹീറ്റ് കൊടുക്കാന്ന് പറയുന്ന സമയത്ത് പാർട്ടിക്കിൾസ് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, വേഗം അടുത്ത സ്റ്റേറ്റിലോട്ട് പോകാൻ ശ്രമിക്കുന്നു. സോ അവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ലിക്വിഡിൽ നിന്ന് ഗ്യാസിലോട്ട് അവർ കൺവേർട്ട് ആകുന്നു. ഇതാണ് ആക്ച്വലി നടക്കുന്ന പരിപാടി. നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്യാൻ പറയുമ്പോൾ വാട്ടർ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഇച്ചിരി ഗ്യാപ്പ് ഒക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അല്ല ഹീറ്റ് കൊടുത്തപ്പോൾ ഷോ എന്ന് പറഞ്ഞിട്ട് അവന്മാർ എന്ത് ചെയ്തു, ചാടി കയറി ഗ്യാസ് സ്റ്റേറ്റിലോട്ട് പോയി. അപ്പൊ അത് പോകാൻ ഒരു മിനിമം ടെമ്പറേച്ചർ, നമുക്ക് ബോയിൽ ചെയ്യാൻ വേണ്ട ഒരു മിനിമം ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് കോൾഡ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ എന്റെ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ മുമ്പ് പറയാൻ വേണ്ടി വന്ന സംഭവം ഇതായിരുന്നു. നിങ്ങൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടിട്ട സമയത്ത് അല്ലെങ്കിൽ വെസൽസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ഡേ നോക്കിക്കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടാവും. ആരാ അതെടുത്ത് ഡ്രൈ ആക്കിയത്? അപ്പൊ നമ്മളെടുത്ത് അത് വാഷ് ചെയ്ത് വെച്ചു എന്നല്ലാണ്ട് നമ്മളത് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് എന്താ പറയാ മോപ്പ് ചെയ്ത് കളയുക അങ്ങനെയൊന്നും അല്ല ചെയ്തത് അല്ലേ. നമ്മളത് ജസ്റ്റ് വാഷ് ചെയ്ത് അവിടെ വെച്ചു. നെക്സ്റ്റ് ഡേ നോക്കുന്ന സമയത്ത് അതിന്റെ ഓഫ് കോഴ്സ് അത് പോയി. അതേപോലെ നമ്മൾ ഡ്രൈ ആയി ഡ്രസ്സ് വാഷ് ചെയ്തിട്ടു, കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് ഡ്രൈ ആയിട്ട് കിട്ടി. എങ്ങനെ? ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? അവിടെ നടന്ന പ്രോസസ് എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഇവാപ്പറേഷൻസ് ആർ ഡിഫറെന്റ്. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇവാപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാ ടൈമിലും വേണമെങ്കിൽ നടക്കാം. അതിനങ്ങനെ കറക്റ്റ് മിനിമം ടെമ്പറേച്ചർ എന്നൊന്നുമില്ല. അതിന് ഏത് ടെമ്പറേച്ചറിലും പറ്റുന്ന രീതിയിലൊക്കെ ഇവാപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ അറ്റ് ദ ബോയിലിംഗ് പോയിന്റ് ദ ഫോർമേഷൻ ഓഫ് വേപ്പർ ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് ഒക്വേർഡ് നോട്ട് ഓൺലി അറ്റ് ദ സർഫസ് ബട്ട് ഓൾസോ വിത്തിൻ ദ ലിക്വിഡ്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അതിനൊരു കറക്റ്റ് മിനിമം ടെമ്പറേച്ചർ ഒക്കെ കൊടുത്ത് അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് അത് ബോയിലൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ബോയിൽ പോയിന്റ് എത്തി നമ്മൾ റീച്ച് ചെയ്തു എന്ന് പറയാം. ദ പ്രോസസ് ഈസ് ഒബ്സർവ് ബൈ ദ ബബിൾസ് ഫോർമേഷൻ. അതിൽ ബബിൾ വന്നു എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി യെസ് അത് ബോയിൽ ചെയ്യാൻ തുടങ്ങി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. ഹൗവർ വേപ്പർ ഫോർമേഷൻ ഒക്കർ ഇൻ ഓൾ ടെമ്പറേച്ചർ. കണ്ടോ? പക്ഷെ വേപ്പർ ആയിട്ട് മാറാൻ ബോയിലിംഗ് പോയിന്റ് തന്നെ വേണമെന്നില്ല. നോർമൽ ടെമ്പറേച്ചറിലും അത് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, വേപ്പർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് അല്ലെ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ്
ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് പോകുന്ന, നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ വെസൽ വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ ആ വാട്ടർ ഡ്രൈ ആയിട്ട് മുകളിലോട്ട് പോവുക ചെയ്യുക, ഗ്യാസ് ആയിട്ട് പോവുക ചെയ്യുക. അതുപോലെ ഡ്രസ്സ്, വെറ്റ് ഡ്രസ്സ് കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി കിട്ടുന്നത് നമ്മളത് വാഷ് ചെയ്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ സൺലൈറ്റിന്റെ ഹീറ്റ് വരുമ്പോൾ നമ്മളത് നൈസായിട്ട് എന്ത് ചെയ്യുന്നു, ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെയുള്ള പ്രോസസ്സാണ് ഇവാപ്പറേഷൻ. സോ ബോത്ത് ഇവാപ്പറേഷൻ അതേപോലെ നമ്മൾ ഈ പറഞ്ഞ ബോയിലിംഗ് പോയിന്റ് രണ്ടും ഡിഫറെന്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. രണ്ടും ഒരേപോലെ അല്ല കേട്ടോ, അതെപ്പോഴും ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെക്കാം. അപ്പൊ നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റും സെറ്റായി. ഇനി ഗ്യാസ് സ്റ്റേറ്റൂടെ പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റർ സെറ്റായി. എന്താണ് ഗ്യാസ് സ്റ്റേറ്റ്? ഗ്യാസിന്റെ എക്സാമ്പിൾ ഒരുപാടില്ലേ. നമ്മളിപ്പോൾ നമ്മൾ റെസ്പിറേഷൻ ചെയ്യുന്ന നമ്മുടെ ഓക്സിജൻ, ഔട്ട്സൈഡിലോട്ട് വരുന്ന നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടർ, അതുപോലെ ബലൂൺസിൽ ഉണ്ടാകുന്ന പല ഗ്യാസുകൾ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ഇഷ്ടം പോലെ ഉണ്ട് ഗ്യാസുകൾക്ക് എക്സാമ്പിൾ ഇല്ലേ. ഗ്യാസിന് മാസ് ഉണ്ടോടാ? അത് ശ്രദ്ധിക്കുക, മാസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു നമ്മൾ ഗ്യാസ് വാങ്ങിക്കുന്ന സമയത്ത് വീട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഹാഫ് kg 1 kg പറഞ്ഞിട്ട് സിലിണ്ടർ അല്ലേ വാങ്ങിക്കുക, കറക്റ്റ് ഒരു മാസ് പറഞ്ഞിട്ടല്ലേ വാങ്ങിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാസ് ഉണ്ട്. പക്ഷേ ഡെഫിനിറ്റ് വോളിയോ അതുപോലെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പോ ഒന്നും നമ്മുടെ ഗ്യാസിനില്ല. ഗ്യാസ് ഇങ്ങനെ ഷൂന്ന് പറഞ്ഞ് നടക്കുക, എവിടെ വെച്ചിട്ടാ? അപ്പൊ ഇവിടെ ഉണ്ട് ഗ്യാസ്, ഇവിടെ ഉണ്ട് ഗ്യാസ്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. സോ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പും വോളിയോ ഇല്ല, ബട്ട് ഡെഫിനറ്റ് മാസ് മാത്രമേ ഉള്ളൂ. അത് നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. നമ്മൾ ഇതേപോലെ ഒരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ജാർ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇതിൽ ഫുള്ള് ഒരു ഗ്യാസ് പാർട്ടിക്കിൾസ്, ഒരു ഗ്യാസ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഗ്ലാസ് ജാർ ഇതിന്റെ മുകളിൽ ഇൻവേർട്ട് ചെയ്ത് വെച്ചിട്ട് നടുവിൽ ഞാനൊരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചായിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് ഗ്ലാസ് പ്ലേറ്റ് എടുത്തങ്ങ് മാറ്റി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എയിലുള്ള ഗ്യാസ് അവിടെ തന്നെ നിൽക്കുകയാണോ ചെയ്യുക, അതോ ബിയിലോട്ടും കൂടെ സ്പ്രെഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? സോ ഇതേപോലെ 2 ഗ്ലാസ് ടംബ്ലേഴ്സ് എടുത്തിട്ട് സ്മോക്ക് കംപ്ലീറ്റ്ലി ആയി ഇൻസെൻസ് സ്റ്റിക്കുന്നോ എവിടെ നിന്നാണെങ്കിലും കുഴപ്പമില്ല, സ്മോക്ക് ഇച്ചിരി നമ്മൾ കളക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ നടുവിലായിട്ട് വെച്ച ഗ്ലാസ് ജാറിന്റെ നടുവിലായിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പ്ലേറ്റ് കവറിങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്താണ് ഗൈസ് സംഭവിക്കുക? സ്പ്രെഡ് ചെയ്യില്ലേ? ഓഫ് കോഴ്സ് സ്പ്രെഡ് ചെയ്യും അല്ലെ. ദ സ്മോക്ക് ഫിൽഡ് ദ എൻറ്റയർ സ്പേസ് ഓഫ് ഗ്ലാസ് ജാർ ബി. ഈ ബിയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടും അത് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഗ്യാസിന് ഒരു ഭാഗത്ത് ഇരിക്കുന്നത് ഇഷ്ടമല്ലല്ലോടാ, അവരിങ്ങനെ ഫ്രീ ബേർഡുകളായിട്ട് ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാ. സോ അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഗ്യാസ് ഡു നോട്ട് ഹാവ് ഫിക്സഡ് വോളിയം. കറക്റ്റ് ഒരു വോളിയം ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ തന്നെ നിന്നേനെ. അപ്പൊ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് ജാറിൽ ചിലപ്പോൾ ഞാൻ വാട്ടർ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ വാട്ടർ എവിടെയും പോയില്ല, അവിടെ ഇരിക്കും അല്ലേ. അനക്കിയാ ഒന്ന് ഷേക്ക് ചെയ്തോ അങ്ങനെയൊക്കെ ചെയ്താൽ പോകുന്നല്ലാണ്ട് ഗ്യാസ് പോലെ അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. സോ അവൈലബിൾ സ്പേസിലോട്ട് ഒക്കുപ്പൈ ചെയ്യാൻ നമ്മുടെ ഗ്യാസിനാണ് പറ്റുക. ഇത് ലിക്വിഡിനാണെന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് കണ്ടെയ്ൻ ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാതെ ഇതുപോലെ ഇത്രയും മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഗ്യാസിന് കൊടുത്തിട്ടില്ല, ലിക്വിഡിന് കൊടുത്തിട്ടില്ല. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മൾ ഇൻസെൻസ് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ കത്തിച്ച് വെച്ചാൽ നമുക്ക് ഭയങ്കര സ്മെല്ല് വരില്ലേ. ഈ റൂമിൽ നിന്ന് കത്തിച്ചാൽ ഈ റൂമിലേക്ക് സ്മെല്ല് വരും, അല്ലെങ്കിൽ അപ്പുറത്തോട്ട് സ്മെല്ല് വരും. വൈ? ബിക്കോസ് ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ മൂവിങ് ദ ഗ്യാസ് പാർട്ടിക്കിൾ കംപ്ലീറ്റ്ലി സ്പ്രെഡ് ഔട്ട് ചെയ്യാണ് അല്ലേ. സോ ദിസ് ഇല്ലസ്ട്രേറ്റ് ദാറ്റ് ദ പാർട്ടിക്കിൾ ഇൻ ഗ്യാസ് മൂവ് ഫ്രീലി ഇൻ ഓൾ ഡയറക്ഷൻ ആൻഡ് ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ ആർ നെഗ്ലിജിബിൾ. കാരണം ഈ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ കേസ് പറയുമ്പോൾ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് തീരെയില്ല. ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെ, ഒന്ന് നോർത്ത് ആണെങ്കിൽ ഒന്ന് സൗത്ത്, ഒന്ന് ഈസ്റ്റ് ആണെങ്കിൽ ഒന്ന് വെസ്റ്റ്. പിന്നെ എങ്ങനെയാ? അപ്പൊ അവർ തമ്മിൽ അട്രാക്ഷൻ ഭയങ്കര നെഗ്ലിജിബിൾ ആണ്. അതേപോലെ അവരുടെ ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് എന്ന് പറഞ്ഞത് അവിടെയാണെങ്കിൽ ഇവിടെ, ഇവിടെയാണെങ്കിൽ ഇവിടെ, ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും പാർട്ടിക്കിൾ സ്പേസ് കൂടുതലാണ്, ബട്ട് ദാറ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഡെഫിനറ്റ് ആയിട്ട് നെഗ്ലിജിബിൾ ആണ് എന്ന് പറയാൻ പറ്റും. അതേപോലെ ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പോ ഫിക്സഡ് ആയിട്ടുള്ള വോളിയമോ നമ്മുടെ ഗ്യാസ് പാർട്ടിക്കിൾസിന് ഇല്ല എന്ന് ക്ലിയർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? ക്ലിയർ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. ഇനി ഞാൻ ഇതേപോലെ വാട്ടറിലോട്ട് ഇച്ചിരി എന്ത് ആഡ് ചെയ്യാൻ പോവാണ്? ഷുഗറോ ഏത് വേണേലും ആഡ് ചെയ്യാം, സോൾട്ടോ ഷുഗർ എന്ത് വേണേലും ആഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതേപോലെ ഈ ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ ഇട്ട് നോക്കുന്ന സമയത്ത് ലെവൽ നോക്കുന്നുണ്ട്. ജസ്റ്റ് ആദ്യം ആഡ് ചെയ്യുന്നു, അപ്പൊ ലെവൽ നോക്കുന്നു, നന്നായിട്ട് സ്റ്റിർ ചെയ്യുന്നു, ലെവൽ നോക്കുന്നു. ഓരോന്നിലും എന്ത് വേരിയേഷൻ ആണ് വാട്ടർ ലെവലെന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സോ ഗ്ലാസ് വെസൽ എടുക്കുന്നു, വാട്ടർ ഫിൽ ചെയ്യുന്നു, അതിലോട്ട് 2 ടീസ്പൂൺ ഓഫ് ഷുഗർ ആഡ് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു ലെവല് ആൻഡ് സ്റ്റിർ ദ വാട്ടർ ആൻഡ് ദെൻ വീണ്ടും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ വാട്ടർ ലെവലില് ഡിക്രീസും ഇൻക്രീസും സംഭവിക്കുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? When sugar is added, the water level increases, but after dissolution, it may decreases.
ആഡ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി വാട്ടർ എടുത്ത് അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് കാണിക്കും. കാരണം ഇതിന് ഇരിക്കാൻ ഇച്ചിരി സ്ഥലം വേണമല്ലോ, സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള സാധനമല്ലേ ഷുഗർ. സോ അപ്പോൾ കുറച്ച് വ്യത്യാസം വരും. പക്ഷേ കംപ്ലീറ്റ്ലി ഞാൻ ഇവനെ സ്റ്റിർ ചെയ്ത് ലെവലാക്കിയപ്പോൾ അത് വീണ്ടും പഴയ സ്റ്റേറ്റിലോട്ട് തന്നെ തിരിച്ചു വന്നു അല്ലേ. സിൻസ് ദ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ ദ സം ഓഫ് ദ വോളിയം ഓഫ് വാട്ടർ ആൻഡ് ഷുഗർ ഇൻ ഇറ്റ്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദർ ഈസ് സം സ്പേസ് ബിറ്റ്വീൻ വാട്ടർ പാർട്ടിക്കിൾ. ഗ്യാസിന്റെ പോലെ, ഗ്യാസിന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എവിടെ വേണേലും മൂവ് ചെയ്യാന്ന്. ഇവന്മാരുടെ കേസിൽ ഇവന്മാർക്ക് ചെറിയ മൂവിങ് ഓപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, കാരണം ഇവരുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ ഗ്യാപ്പിന്റെ ഇടയിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഷുഗർ പാർട്ടിക്കിൾസിന് കയറിയിരിക്കാൻ പറ്റിയത് സ്റ്റിർ ചെയ്ത സമയത്താണ്. അപ്പോഴാണ് ആ വാട്ടർ ലെവൽ വീണ്ടും പഴയ സ്റ്റേറ്റിലോട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് പറയാൻ പറ്റും അവരുടെ ഇടയിൽ ഒക്കുപ്പൈ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. സോ ഒരു സ്പേസ് ബിറ്റ്വീൻ എന്താണ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട്. ഗ്യാസിലാണെങ്കിൽ സ്പേസ് ലോട്ട് അല്ലെ, ഒരു ലോഡാണ് എന്തെന്ന് പറയുന്നത് ഗ്യാസിന്റെ കേസിലാണെങ്കിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താണ് ഓരോന്നിരുതാട്ടോ ഷുഗർ പാർട്ടിക്കിൾ വാട്ടറിൽ ഇരിക്കുന്നതിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. ഇനി ഷുഗർ ആൻഡ് സാൻഡ് ബോത്ത് ആർ സോളിഡ് ബട്ട് ഡസ് ഷുഗർ ഡിസോൾവ് വാട്ടർ ബട്ട് സാൻഡ് ഇസ് നോട്ട് അല്ലേ. സോളിഡ് സ്റ്റേറ്റ് പറയുന്ന സാധനം രണ്ടും, ഇപ്പൊ ഷുഗർ ആണെങ്കിലും സാൻഡ് ആണെങ്കിലും സോയിൽ ആണെങ്കിലും എല്ലാം സോളിഡ് സ്റ്റേറ്റ് തന്നെയാ. ബട്ട് സാൻഡ് പോലെയല്ല ഷുഗർ, ഷുഗർ പോലെയല്ല സാൻഡ്. ഒന്ന് ഡിസോൾവ് ചെയ്യും, ഒന്ന് ഡിസോൾവ് ചെയ്യില്ല. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ആക്ച്വലി സാൻഡ് ഈസ് സോളിഡ് ദാറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. സാൻഡ് ഒരിക്കലും വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയുന്ന കാര്യമാണ്. When added to water, the sand particles settle down and occupy some space of the container. അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാർ ഇവിടെ കയറി അങ്ങ് ഇരിക്കുന്നല്ലാതെ അവർക്ക് ആ സ്പേസിലോട്ട് ഇച്ചിരി കയറുന്നതുകൊണ്ട് വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും, വോളിയത്തിൽ ഇൻക്രീസ് വരും, ടോട്ടൽ വോളിയത്തില്. പക്ഷെ അവർക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെ. ഡിസോൾവ് ചെയ്യില്ല നമ്മുടെ സാൻഡ് ആണെങ്കിലും സോയിൽ ആണെങ്കിലും ഏതാണെങ്കിലും. അതേ സമയത്ത് ഞാൻ അവിടെ ഷുഗർ ആണ് ആഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ചെയ്യും അത് കംപ്ലീറ്റ്ലി സുഖമായിട്ട് ഡിസോൾവ് ചെയ്യും വോളിയത്തിൽ. ഈ പറഞ്ഞ പോലെ വാട്ടർ ലെവലൊക്കെ നോക്കുന്ന സമയത്ത് ആദ്യം ഇടുന്ന സമയത്ത് ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും പിന്നെ അതിന്റെയും വീണ്ടും പഴയ സ്റ്റേറ്റിലോട്ട് വരുന്നതും കാണാൻ പറ്റും. സോ ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാം. സോളിഡ് ഏതാണോ എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൽ ചേഞ്ചുകൾ സംഭവിക്കാം. അപ്പൊ മൊത്തത്തിൽ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന 3 സ്റ്റേറ്റുകളെ പറ്റിയാ പഠിച്ചത്. സോളിഡ് സ്റ്റേറ്റ് പറയുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നുണ്ട്, പാർട്ടിക്കിൾസ് വളരെ അത്രയും അടുത്തടുത്താണ്, പാർട്ടിക്കിൾസ് ആർ വെരി സ്ട്രോങ് ആണ്, വെരി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ലിക്വിഡിന് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി അത് ലെസ് ആണ്. ഏറ്റവും നെഗ്ലിജിബിൾ ആണ് ഗ്യാസിന്റെ കേസിൽ. പാർട്ടിക്കിൾസിന്റെ ഗ്യാപ്പ് ലോട്ടാണ്, ഒരുപാട് ലാർജ് ആണ്. ബട്ട് അട്രാക്ഷൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് ഗ്യാസിന്റെ കേസിൽ. ക്ലിയർ? ഇനി ലാസ്റ്റ് വൺ, ഹൗ പാർട്ടിക്കിൾ മൂവ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവന്മാര് മൂവ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. വാട്ടറിലോട്ട് ഇച്ചിരി പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യാൻ പോവാണ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്ത് എന്താ സംഭവിക്കാടാ? നല്ല പിങ്ക് കളർ വരുന്ന കാണാൻ പറ്റും അല്ലെ. അപ്പൊ വാട്ടറിലോട്ട് ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പതുക്കെ സ്പ്രെഡ് ആയി ഇങ്ങനെ ചെയ്തിട്ട് നല്ല പിങ്ക് കളറിലോട്ട് ആ വാട്ടർ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇനീഷ്യലി യു വിൽ സീ സം സ്ട്രീക്സ് ഓഫ് പിങ്ക് കളർ. ആദ്യം ഇച്ചിരി വരും, പിന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അതേപോലെ കംപ്ലീറ്റ്ലി യൂണിഫോം പിങ്ക് കളർ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഹാപ്പൻ ചെയ്തതാ? ദിസ് ഹാപ്പൻ ബിക്കോസ് ദ വാട്ടർ പാർട്ടിക്കിൾ ആർ കോൺസ്റ്റന്റ് മോഷൻ. അപ്പൊ വാട്ടർ പാർട്ടിക്കിൾസിനിടയിൽ ഗ്യാപ്പ് ഉണ്ട്, അവരിങ്ങനെ മോഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകളുമാണ്. സോ ഫസ്റ്റ് ദേ പുൾ ഔട്ട് ദ പാർട്ടിക്കിൾ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഫ്രം ദ ഗ്രെയിൻസ്, ലേറ്റർ ദേ ഹിറ്റ് ദ പാർട്ടിക്കിൾ, സോ ദേ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ലിക്വിഡ്. അപ്പൊ ആദ്യം ജസ്റ്റ് ഇടുന്ന സമയത്ത് ചെറിയതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? പുൾ ഔട്ട് ചെയ്യുന്നു, പിന്നെ ഹിറ്റ് ചെയ്യുന്നു, പരസ്പരം മിക്സ് ആകുന്നു, കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നല്ല പിങ്ക് കളറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ആ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഞാനൊന്ന് ഹീറ്റ് ചെയ്യാണെന്ന് വിചാരിച്ചോ, അപ്പൊ എന്തായിരിക്കും സംഭവിക്കാം? ആ പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ ഞാനൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കോ കുറവായിരിക്കോ? അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു എക്സ്പെരിമെന്റ് ഞാൻ തരികയാണ്. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ ജസ്റ്റ് സാധാ പോലെ ആഡ് ചെയ്തു. നോർമലി ഞാൻ പറഞ്ഞ പോലെ ഓർഡിനറി ടെമ്പറേച്ചറിൽ ജസ്റ്റ് ഞാൻ ആഡ് ചെയ്തു. ഒന്ന് കോൾഡ് വാട്ടറിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കി, ഹോട്ട് വാട്ടറിൽ ആഡ് ചെയ്ത് നോക്കി. ഏതിലായിരിക്കും പെട്ടെന്ന് സ്പ്രെഡ് ആവുക? ഓഫ് കോഴ്സ് നമുക്കറിയാം ഹോട്ടിനകത്താണ് ഫസ്റ്റ് തന്നെ അത് സ്പ്രെഡ് ആവുക. പിന്നെ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിനകത്ത് ഏറ്റവും അവസാനമായിരിക്കും കോൾഡിൽ വരിക, കാരണം അത്രയും പതിയെ കോൾഡിൽ വരാം അല്ലേ. സോ വാട്ടർ പാർട്ടിക്കിൾ മൂവ് ഫാസ്റ്റർ ഇൻ ഹോട്ട് വാട്ടർ കമ്പയർഡ് ടു ദ അതർ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് ഈവൻ സ്ലോവർ ഇൻ ഐസ് കോൾഡ് വാട്ടർ. ആസ് എ റിസൾട്ട് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സ്പ്രെഡ് ദ ഫാസ്റ്റസ്റ്റ് ഇൻ ഹോട്ട് വാട്ടർ. സോ ദാറ്റ്സ് വൈ ഹോട്ട് വാട്ടറിൽ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നു. ലെസ് ക്വിക്ലി ഇൻ വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ, വെരി സ്ലോവസ്റ്റ് അറ്റ് ഐസ് കോൾഡ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും.
ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ? അതും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചേ. ഇനി ഹൗ ക്യാൻ യു ഡെമോൺസ്ട്രേറ്റ് ദ മൂവ്മെന്റ് ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾ ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐ? നമുക്ക് ഗ്യാസ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുക? സിമ്പിൾ, നമ്മുടെ ഇൻസെൻസ് സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്താൽ മതി അല്ലേ? ഇൻസെൻസ് സ്റ്റിക്ക് നമ്മൾ ഇതേപോലെ ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് സ്മെല്ല് വരുന്നത് നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ പതിയെ സ്പ്രെഡ് ചെയ്ത് വന്ന് കാണാൻ പറ്റും. ഇപ്പൊ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ ഫ്രാഗ്രൻസ് ആണ് അല്ലെ, ഗ്യാസ് പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഫ്രാഗ്രൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും. When an incense stick burn in corner of the room, initially the fragrance felt only around the incense stickന്റെ ആ ഒരു ഭാഗത്തോട്ട് അറൗണ്ടിൽ ഉണ്ടാവുള്ളൂ. ഷോർട്ട്ലി അത് പതിയെ ഓരോരോ ഭാഗത്തോട്ട് സ്പ്രെഡ് ആവുന്നു. This happened because the particle of fragrance spread filling the entire room. This shows that the particle of air moving constantly. So air in the particles completely constantly ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എയർ പാർട്ടിക്കിൾ ഹിറ്റ് ദ പാർട്ടിക്കിൾ ഓഫ് ദ ഫ്രാഗ്രൻസ് ഹെൽപ് ദം ടു സ്പ്രെഡ് ഓൾ ദ റൂം. അപ്പൊ അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു ലാസ്റ്റ് ഒരു കുഞ്ഞു പോയിന്റ് കൂടെ പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മുടെ ആക്ഷൻസ്, സോപ്പിന്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ വാഷ് ചെയ്യാറില്ലടാ ഡെയിലി വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനാ സോപ്പും അതുപോലെ ഡിറ്റർജന്റും ഈ പറഞ്ഞ പോലെ സോപ്പ് പൗഡറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലൗണ്ടറി പർപ്പസിന്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ആക്ച്വലി സോപ്പ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ടെയിലും ഉണ്ട്, ഒരു ഹെഡും ഉണ്ട്, ഒരു ടെയിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഹെഡും ടെയിലും ഉള്ള ആളാണ് നമ്മുടെ ആള്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഡ്രസ്സിനകത്തൊക്കെ ഡേർട്ട് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡേർട്ടും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അത് വാട്ടറിൽ കംപ്ലീറ്റ്ലി സോക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യും, സോപ്പ് നന്നായിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അങ്ങനെ വരുന്ന സമയത്തെ ദ പെർട്ടിക്കുലേറ്റ് നേച്ചർ ഓഫ് മാറ്റർ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എവറിഡേ പ്രോസസ്. അപ്പൊ അവിടെ നമ്മുടെ നടക്കുന്ന പരിപാടിയും ഈ മാറ്ററിന്റെ ഈ ചാപ്റ്ററായിട്ട് റിലേറ്റ് ആയിട്ട് പറയാൻ പറ്റും. വെൻ വി വാഷ് ക്ലോത്ത് സ്ട്രെയിൻഡ് വിത്ത് ഓയിൽ യൂസിങ് സോപ്പ്, numerous soap particles surrounded the oil particle on the fabric. അപ്പൊ നമുക്കറിയാം ഈ വാട്ടറിന് ഇഷ്ടമുള്ള ഒരു ഭാഗമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട് പറയല്ലേ. അപ്പോൾ വാട്ടറിന് ഇഷ്ടപ്പെട്ട ഒരു എൻഡ് ഉള്ള ഒരു ഭാഗമുണ്ട് സോപ്പിന്, ഓയിൽ ഇഷ്ടപ്പെടുന്ന ഒരു എൻഡും ഉണ്ട് നമ്മുടെ സോപ്പിന്. സോ 2 എൻഡുകൾ ഉള്ളത് കൊണ്ട് one end of the soap particle attached to the oil. ഒരു ഭാഗം വേഗം പോയിട്ട് എന്ത് ചെയ്യും, ഓയിലുമായിട്ട് സെറ്റായിട്ട് അവിടെ നിൽക്കും. അടുത്ത ഭാഗം എന്ത് ചെയ്യും, വേഗം പോയിട്ട് നമ്മുടെ വാട്ടറിന്റെ ഭാഗമായിട്ട് നിൽക്കും. സോ ഈ ഓയിലായിട്ട് പോയ ഭാഗം അതേഴ്സ് മിക്സഡ് വിത്ത് വാട്ടർ, അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഓയിൽ ഓഫ് ചെയ്തിട്ട് ആ വാഷ് ഔട്ട് ചെയ്തിട്ട് പുറത്തു പോവാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഡ്രസ്സിലുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത് ഇതുപോലെ ആ ഓയിലിനെ ലവ് ചെയ്യുന്ന ഒരു എൻഡ് നമ്മുടെ സോപ്പ് പാർട്ടിക്കിൾസിനുണ്ട്. അതുകൊണ്ടാണ് ആ സോപ്പും ഓയിലും എല്ലാം കൂടെ ആ വാട്ടറിന്റെ ഒപ്പം വാഷ് ഔട്ട് ചെയ്തിട്ട് പുറത്തോട്ട് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. സോ അടിപൊളിയായിട്ട് വളരെ കുറഞ്ഞ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, ഇടുക്കാച്ചായിട്ട് ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, ഫുൾ A+ കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് മിസ്സിന് അറിയാം. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടൊരു ബാച്ച് ഉണ്ട്. അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ യോധ ബാച്ച്. കേട്ടിട്ടില്ലേ നിങ്ങള്? നമ്മുടെ യോധ ബാച്ചിൽ ഇപ്പൊ നല്ല കുറേ കാര്യങ്ങൾ, റിവിഷൻസും കാര്യങ്ങളും പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കളെ ഇപ്പൊ ഓഫറും കൂടെ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് 10% ഓഫില് നമ്മുടെ യോധ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ മിസ്സോയുടെ നമ്പർ കൊടുക്കാൻ നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. 9995400800 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇപ്പൊ ചാപ്റ്റർ റിവിഷൻസ് ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ ഉണ്ടായിരിക്കും, യൂണിറ്റ് ടെസ്റ്റുകള്, മൊഡ്യൂൾ ടെസ്റ്റുകള്, മോഡൽ എക്സാംസ് തുടങ്ങി കുറേ പരിപാടി ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബാച്ചിലുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. വേഗം തന്നെ ജോയിൻ ചെയ്തോ. നമ്പർ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പൊ അടിപൊളിയായിരിക്കാം. വീണ്ടും കാണാം. ബൈ.